ഇതാണ് നമ്മളെ മുണ്ടക്കായ് ഇപ്പൊ പൊട്ടിയിട്ടുള്ള അവസ്ഥ. ഇതാണ് ഇതാ അരിക്കാക്കന്റെ പെര ഇതൊക്കെ നിൽക്കുന്ന ഏരിയയിലിത്. പച്ചക്കാട് പോയ മരുന്നതാ. ചൂരുമല കാണണമൊക്കെ ഇവിടുന്ന്. ചൂരൽമല സ്കൂളാണ് ഈ കിടക്കുന്നത്. ഇത് മൊത്തം പൊയ്ക്കണതാക്കണ്. ഇതാ മൊത്തം എല്ലാം പോയി. ഇതാ സ്കൂളിന്റെ ഇതിൽ കൂടെയാണ് വെള്ളം വരുന്നത്. അയ്യോ, എത്രയോ വീടുകളാണല്ലോ ദൈവം പോയിക്കണേ. അയ്യോ അയ്യോ. നമ്മളെ ആദിവാസിന്റെ മുന്നത്തെ അവസ്ഥയാണിത്. ബുൾഡോസറാണിത്. എന്താണ് റബ്ബേ ചെയ്യുക? എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ആ രൂപത്തിൽ ആണ് അവസ്ഥ. ലൈന് പൊട്ടി, പോസ്റ്റൊക്കെ വെള്ളത്തിലാണ്. ആളുകൾ, കണ്ടമാന ആളുകളുണ്ട്. താങ്ങിപ്പിടിച്ച് ശ്വാസമില്ലാതെ ചളി തിന്ന് ചളി തുപ്പി അങ്ങനെ വരുന്ന പല ആളുകളുണ്ട് അവിടുന്ന് ഇങ്ങോട്ട്. ഓരോരുത്തരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന രംഗാണത്. ഇത് ചൂരൽമല, പിന്നെ നമ്മളെ സ്റ്റാർട്ടിങ്. ഓക്കെ. പിന്നെ ഒരു ജീപ്പ് ഇതാ കിടക്കണ്. ഒരു ജീപ്പ് എടുക്കണുണ്ടോ? ചൂരൽമല ടൗണാണ് ഇപ്പോൾ കാണുന്നത്. ചൂരൽമല അങ്ങാടിയാണ് ഇത്. സിദ്ദിഖാക്കൻ്റെ പിന്നെ കസേരയൊക്കെ ആണെന്നാ തോന്നുന്നത്. അവിടെ കണ്ടില്ല, ഇതാ ലൈന് കണ്ടോ? നമ്മൾ മെയിൻ ലൈനാണ്. പോസ്റ്റ് ലൈൻ ഇതാ മണ്ണിൻ്റെ അടിയില്ല, നമ്മളെ പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ്. ചൂരൽമല പാലാണ് ഈ കാണുന്നത്. നമ്മളെ അലിയ കുഞ്ഞമ്മക്കാൻ്റെ അപ്പം എൻ്റെ മുന്നത്തെ അവസ്ഥ ഇതാണ്ടോ ആളുകൾ. ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത്. പുഴ ഇതിന്റെ ഈ വീടിന്റെ അങ്ങേ ഭാഗത്തു കൂടെയാണ് പുഴ പോകുന്നത്. രക്ഷാപ്രവർത്തനമാണ് സജീവമായിട്ട് നടക്കുന്നത്. ആ വീടിന്റെ മുകളിൽ ആളുണ്ട്. അതാ ആ വീടിന്റെ മുകളിൽ ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തെങ്ങ് വലിച്ച് പാലം പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നത്. ആ വീടിന്റെ മൂലയിലേക്കാണ് വണ്ടിയാണ് തലകുത്തനെ നിൽക്കുന്നത്, കാറ്. എന്നാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ്. ഒരുപാട് വീടുകൾ, എണ്ണി പറയാൻ പറ്റാത്തത്ര വീടുകൾ പോയിട്ടുണ്ട്.